ഹലോ, ഇന്നൊരു പർച്ചേസിങ്ങിന് വേണ്ടി കറിവച്ചാൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആദ്യത്തെ സാധനം വാങ്ങിച്ചു. രണ്ടാമത് നമുക്ക് ടയർ വാങ്ങിക്കാനായിട്ട് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ടയർ വന്നിട്ട് പഞ്ചറാകാറായി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് മാറാൻ വേണ്ടി ഇരിക്കും. നന്നായിട്ട് തേഞ്ഞിരിക്കുമായിരുന്നു ആക്റ്റീവ ടയറെ. അങ്ങനെ അവിടെ നോക്കിയപ്പോഴേക്കും ഏകദേശം നൂലൊക്കെ തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. അത്രയും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുവാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു. എന്തായാലും ടയർ മാറാൻ തന്നെ തീരുമാനിച്ചു. റേറ്റ് ചോദിച്ചു. മാറി. ട്യൂബ് ഒക്കെ അതിനകത്തുള്ളതായിരുന്നു. പക്ഷേ ട്യൂബും കൂടെ പുതിയ മാറേണ്ട വന്നു. അങ്ങനെ നമ്മൾ പുതിയ ടയറൊക്കെ ഇട്ടു. അവിടെ നിന്ന് ഇറങ്ങുവാണേ. അവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ടയറൊക്കെ ഇട്ട് തന്ന് നല്ലൊരു ചേട്ടനാണ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ ടയറൊക്കെ മാറിയിട്ട് ഇറങ്ങുവാണ്. ആദ്യം നമുക്ക് നൂലൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ കറുകച്ചാൽ. കറുകച്ചാലിൽ അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പം തന്നെ 4:30-5 മണിയാകാറായിരുന്നേ. പിന്നെ ഇങ്ങനെ വന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കയറി വന്നപ്പോഴത്തേക്കിനും സമയം ഏകദേശം ഇരുട്ടാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയും നൂലൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത പ്രിൻ്റ് എടുക്കുന്നിടത്ത് പോകണം. പിന്നെ 2 സാധനങ്ങളൊക്കെ കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സായാഹ്ന കാഴ്ചകളാണ് കറുകച്ചാലിലെ. സന്ധ്യ കഴിഞ്ഞ് നമുക്ക് ഈ ടൗണിലേക്കൊക്കെ പോയാൽ നല്ല രസമാണല്ലോ. ഇരുട്ട് ചേർന്ന ഒരു ടൈം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് അത്യാവശ്യം സാധനം വാങ്ങിക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്ക് വൈകുന്നേരങ്ങളിലായിരിക്കും ഞാൻ കൂടുതൽ ഇറങ്ങുന്നത്. കാരണം ഇന്ന് കേക്കിന് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ ത്രെഡ് ഹൗസിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നൂലൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ബോൾട്ടോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ആക്റ്റീവയുടെ. അത് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് പോവുകയാണേ. ആ വഴിക്ക് തന്നെ പോയി ഫുഡും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചോറ് ഇരിപ്പുണ്ടായിരുന്നാലും ചെറിയ രീതിയിലൊന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയേക്കുന്നത്. ലൈറ്റ് സന്ധ്യയായപ്പോൾ ഭയങ്കര ഈച്ച ശല്യമായതുകൊണ്ട് അവിടെ ലൈറ്റിൻ്റെ ഭാഗത്ത് ഭയങ്കര ഈച്ചയായിട്ട് നമ്മൾ അകത്ത് കയറിയിരുന്നേ. അങ്ങനെ ദോശയും ചമ്മന്തി, ഈസാനാണെങ്കിൽ പൊറോട്ടയും കഴിച്ചേ. അങ്ങനെ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച അമ്മച്ചിയുടെ അത്ത കഴിഞ്ഞ ദിവസം വയ്യാതിരിക്കുമായിരുന്നു. വിലക്കമൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു പുറത്തിന്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ കറുകച്ചാലിൽ നിന്ന് വീണ്ടും പോവുകയാണ്. പത്തനാട് വഴിയാണല്ലോ എന്തായാലും പോകുന്നത്. അപ്പം വീട്ടിലോട്ട് കയറാൻ ടൈമില്ല. അമ്മച്ചി അനിയത്തിനെ വീട്ടിൽ ചിന്നമ്മച്ചിയുടെ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ്. പോകുന്ന വഴിക്കത്തെ ആ കാഴ്ചകൾ കൂടെ ഒന്ന് ഇതാക്കിയെന്നേ ഉള്ളൂ. നെടുങ്കുന്നത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പറ്റി കാരണം ഹെൽമെറ്റില്ല സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നില്ല. പക്ഷേ എന്തോ ഒന്നും പറയണ്ട. അന്നപ്പോൾ ഇനി വിചാരിച്ചു ഇനി ഇച്ചിരി പെട്രോൾ അടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നെടുങ്കുന്ന് എത്തിയ സമയത്താണ് ഒരു ഹോട്ടലിൽ ചില്ലിനകത്ത് കുഴക്കട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ കുഴക്കട്ട വേണമെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് കുഴക്കട്ട വാങ്ങിച്ചു. ഈസാങ്കൊണ്ടൊരു പരിപ്പോടെ വേണമെന്ന് പറഞ്ഞു. ഞാനൊരു കുഴക്കട്ട വാങ്ങിച്ചു. അവൻ കഴിക്കാനൊന്നും അല്ല, എന്നാലും ഞാൻ വാങ്ങിച്ചപ്പോൾ അങ്ങ് വാങ്ങിച്ചെന്നുള്ളൂ. കുഴക്കട്ട അവന് ഇഷ്ടമല്ലേ. പക്ഷേ ഇവിടുത്തെ കുഴക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് കിട്ടിയാണ് കഴിക്കണം. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നേരത്തെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ കുഴക്കട്ട ഇരിപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ കുഴക്കട്ട വാങ്ങിച്ചു. അത് ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു. വേഗം കഴിച്ചു കേട്ടോ. അങ്ങനെ കുഴക്കട്ടയും കഴിച്ചിട്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് കയറാനുള്ള ജ്യൂസ് കട. ഭയങ്കര ഈച്ചശല്യം കാരണം ഈ ലൈറ്റിൻ്റെ വെട്ടത്ത് വരുന്ന ഈച്ചശല്യം കാരണം ഇവിടെ ലൈറ്റൊക്കെ നിർത്തിയിട്ടേക്കുവാണേ. അപ്പോൾ നമ്മളിവിടെ വന്നു ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഷേക്ക് മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അണ്ണച്ചിക്ക് എല്ലാവർക്കും തന്നെ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് നമ്മൾ കുടിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അണ്ണച്ചിയാണ് ക്രിക്കറ്റും കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും ഫോണിനകത്ത് ക്രിക്കറ്റ് തുടങ്ങിയാൽ പിന്നെ ഇതാണ് പരിപാടി. പിന്നെയാണ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് പമ്പിൽ പെട്രോൾ അടിക്കാഞ്ഞതിന് ഇവിടെ വന്ന് പെട്രോൾ അടിച്ചു. കുറച്ചുകൂടെ മുന്നിലോട്ടൊരു പമ്പുണ്ടല്ലോ, അവിടെ പെട്രോൾ അടിച്ചു. പിന്നെ നമ്മുടെ പത്തനാട് എത്തിയിരിക്കുകയാണ്. പത്തനാട്ടെ വൈകുന്നേരത്തെ കാഴ്ചകളാണിത്. ഏകദേശം 8 മണിയായിട്ടുണ്ട് കേട്ടോ ടൈം. അപ്പം നമ്മൾ പത്തനാട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം കടകളൊക്കെ ഉണ്ട്, കുറച്ച് കടകളൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുസ്ലിം സ്കൂളിൻ്റെ അതിലേക്കൂടെ വന്ന് ഈ സ്കൂളിൻ്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഒരു എന്താ പറയാൻ മേലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പത്തനാട്ട് പഴുക്കാവളത്തെത്തി, അമ്മച്ചിയുടെ വീടിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഇച്ചിരി കയറി പോകാനായിട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ട് തന്നെയുള്ള വഴിയാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി വെച്ചു, അകത്ത് കയറി. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്. ഇസൻ പോയി ഹോളിംബെല്ലടിച്ചു. ഹോളിംബെൽ 1, 2, 3 അടിച്ച്. അപ്പോഴേക്കും മനസ്സിലായി ഇവിടെ ആരെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേനും അവർ ചിന്നമ്മച്ചിയൊക്കെ ഇറങ്ങി വന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. അൽഫിയുടെ വീടാണ് ഈയിടെയൊക്കെ. അങ്ങനെ അവിടെ വന്നു. വയറ് നിറഞ്ഞിരിക്കുക, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പഴം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പഴം കഴിച്ചു. പിന്നെ പൂച്ചയൊക്കെ ഇച്ചിരി നേരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ അത്ത പാപ്പത്തച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. പാപ്പത്തച്ചി വിലക്കമൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കുമാണ് പള്ളി പോയിക്കുവാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റിങ്. അപ്പോൾ അൽഫി റൂം പുതിയ സാധനം വാങ്ങിച്ചൊക്കെ എനിക്ക് കാണിച്ചു തരുവാണ്. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒക്കെ എന്നെ എന്തൊക്കെയോ കാണിച്ചു തരുവാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം കാണിച്ചു തരാം. അപ്പോഴത്തേനും അമ്മച്ചിയുടെ അത്ത വന്നു. അമ്മച്ചിയുടെ അത്ത എന്ന് പറയുന്ന പാപ്പത്തച്ചിക്ക് ഇഷ്ടമല്ല. എൻ്റെ പാപ്പത്തച്ചി വന്നു. പാപ്പത്തച്ചിന്ന് തന്നെ പറഞ്ഞില്ലേ മനസ്സിലാക്കുന്നതാണ് പാപ്പത്തച്ചിക്ക് ഇഷ്ടമേ. ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുവാണ്. കുറച്ച് ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ട് എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നേ.
പിന്നെ കഴിക്കാത്തതിനൊക്കെ ചോദിക്കുമായിരുന്നു, എന്താ കഴിക്കാനൊന്നും വേണ്ടതെന്നൊക്കെ ചോദിച്ചു. എപ്പോഴും അമ്മച്ചിയുടെ അമ്മമാർക്കും അത്തമാർക്കൊക്കെ നമ്മളെ എപ്പോഴും കഴിപ്പിക്കണം എന്നൊക്കെ ചിന്തയല്ല. അതിന് വയറ് നിറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നൊന്നും കഴിക്കാൻ നിർബന്ധിച്ചില്ല. അങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതി വയറ് നിറഞ്ഞിരിക്കുമായിരുന്നേ. എന്നിട്ട് കുറച്ച് സമയം സംസാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയുടെ അമ്മായി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോൾ ചെന്നാലും ഒരു വാ ചോറെങ്കിലും കഴിപ്പിക്കാൻ നമ്മളെ അവിടെ നിന്ന് വെടിവെക്കത്തില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നേ. അമ്മച്ചിയുടെ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മച്ചിയുടെ അമ്മ എന്നല്ല, ഞാൻ കടമച്ചി എന്ന് പറയും. കടമച്ചിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നേ. ആദ്യത്തെ കൊച്ചുമോളായിരുന്നു ഞാൻ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പത്തനാട്ട് വഴി തിരിച്ചു വരുവാണേ. നമ്മൾ ത്രെഡ് ഹൗസിൽ കയറി വാങ്ങിച്ച ആ സാധനങ്ങളൊക്കെയാണിത്. കൊണ്ടുവന്ന ഉടനെ ഒരു ഫ്ലവർ ആക്കിയാൽ എനിക്ക് സമാധാനമുള്ളൂ. അങ്ങനെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കി 2-3 ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണാം.